പത്തനംതിട്ട ചരൽക്കുന്നിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ യുവാക്കൾക്ക് യുവദമ്പതികളുടെ ക്രൂര പീഡനം. ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ്, ഭാര്യ രശ്മി എന്നിവരെ ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിനയരാജ് ചേരുന്നു വിവരങ്ങളുമായി. വിനയ, ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വേദന അനുഭവപ്പെടും. ഈ ഒരു വാർത്തയ്ക്കും അത്തരത്തിലുള്ളൊരു ശക്തി ഉണ്ടായിരുന്നു. കാരണം ഇതിൽ സ്റ്റേപ്ലർ പിൻ ജനനേന്ദ്രിയത്തിൽ നിന്ന് കണ്ടെത്തി 23 സ്റ്റേപ്ലർ പിന്നാണ് ജനനേന്ദ്രിയത്തിൽ അടിച്ചു കയറ്റിയത്. അപ്പോൾ ഈ വാർത്ത ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, പ്രേക്ഷകർക്കുണ്ടാകുന്ന ആ ഒരു ഞെട്ടലൊക്കെ തന്നെ അത് സ്വാഭാവികം തന്നെയാണ്. ഇതിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന ചില പുതിയ വിവരങ്ങൾ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല. ആഭിചാരക്രിയയുടെ ഭാഗമായിരുന്നു ഈ മർദ്ദനം എന്നുള്ളതൊക്കെ തരത്തിൽ ചില വിവരങ്ങൾ, ചില അഭ്യൂഹങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഒപ്പം തന്നെ ഈ ദമ്പതികൾ ഇതേപോലെ തന്നെ മറ്റ് ചിലരെയും അല്ലെങ്കിൽ വേറെ യുവാവിനെയും മർദ്ദിച്ചു എന്നുള്ള തരത്തിൽ, ആലപ്പുഴയിലുള്ള ഒരു യുവാവിനും ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് മർദ്ദനം ഏറ്റു എന്നുള്ള തരത്തിലും ചില വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു. എന്തൊക്കെയാണ്? സാധാരണയായി നമ്മൾ കേൾക്കുന്നതാണ് ഈ ഹണി ട്രാപ്പ് കേസ്. അതിൽപ്പെട്ട് ഈ പണം ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും രണ്ട് യുവാക്കളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഹണി ട്രാപ്പ് കേസിൽ അവർ നേരിട്ട ക്രൂരമായിട്ടുള്ള പീഡനങ്ങളടക്കം വിശദീകരിക്കുന്നുണ്ട്. FIR വായിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നിപ്പോകും എങ്ങനെയാണ് ഇത്തരത്തിലടക്കം സംഭവിക്കുന്നത്, ഇങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കുമോ എന്നും നമുക്ക് തന്നെ തോന്നിപ്പോകാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് യുവാക്കളടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള ചരൽക്കുന്ന് സ്വദേശികളായിട്ടുള്ള യുവദമ്പതികളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ജയേഷും രശ്മിയുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നിലവിൽ ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആറന്മുള പോലീസാണ് പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത്. പ്രധാനമായും ഈ ഒരു സംഭവം നടന്നത്, രണ്ട് യുവാക്കൾക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഒന്ന് റാന്നി സ്വദേശിയും ഒന്ന് ആലപ്പുഴ സ്വദേശിയും. ഈ രണ്ട് യുവാക്കൾക്കാണ് ഇത്തരത്തിൽ ഈ ഒരു ഹണി ട്രാപ്പ് കേസിൽ പെടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാകുന്നതും അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരണം നൽകുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ റാന്നി സ്വദേശി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത് 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതി റാന്നി സ്വദേശിയായിട്ടുള്ള യുവാവ് ഈ രശ്മിയുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു, നീണ്ട നാളത്തെ സൗഹൃദമുണ്ടായിരുന്നു. അതിനുശേഷം രശ്മി തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. താൻ വീട്ടിലേക്ക് പോയി. അതായത് മാരാമൺ ജംഗ്ഷനിലെത്തിയ ഈ റാന്നി സ്വദേശിയെ ജയേഷ് ആണ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ കൊണ്ടുപോയ ശേഷം ഈ സാധാരണ ഒരു വീട് എന്ന് പറയാൻ പോലും സാധിക്കില്ല എന്നാണ് യുവാവ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 2 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്, ജയേഷും ജയേഷിന്റെ ഭാര്യയായിട്ടുള്ള രശ്മിയും. ഇവർ 2 പേരുമാണ് ഉണ്ടായിരുന്നത്. വീട്ടിലേക്ക് ക്ഷണിച്ചു. സുഹൃത്താണ്, അതുകൊണ്ട് താൻ വീട്ടിലേക്ക് പോയി. എന്നാൽ വീട്ടിലേക്ക് പോയി സംസാരിക്കുന്നതിനിടയിലാണ് ഈ പെപ്പർ സ്പ്രേ കണ്ണിലടിക്കുന്നു. അതിനുശേഷം രശ്മി വന്ന് ഈ യുവാവിന്റെ കൈകൾ രണ്ടും കെട്ടിയിടുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം തന്നെ കടക്കുന്നു. അതിനുശേഷം റൂമിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു. അതിൽ പ്രധാനമായും ഈ ജയേഷ് ഈ യുവാവിനോട് പറയുന്നു, ഈ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ അഭിനയിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ പ്രധാനമായും ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ യുവാവിന് എന്താണ് ചെയ്യേണ്ടതെന്നടക്കം തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് യുവാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതിനുശേഷം കൈകൾ കെട്ടുന്നു, കൂടാതെ മൊട്ടുസൂചി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. ജനനേന്ദ്രിയത്തിലടക്കം തന്നെ ഈ സ്റ്റാപ്ലർ പിൻ അടിക്കുന്ന ഒരു നിലയിലേക്ക് അടക്കം പോകുന്നു. ഏകദേശം 23-ലധികം സ്റ്റാപ്ലർ പിന്നുകളാണ് ശരീരത്തിൽ അടക്കം കുത്തിയതെന്നാണ്, അടിച്ചതെന്നാണ് യുവാവ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള പീഡനം തന്നെയായിരുന്നു യുവാവിന് ആ വീട്ടിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രധാനമായും ഈ 2 യുവാക്കളും വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ആ വീട്ടിലൊരു ആഭിചാരക്രിയ നടക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ യുവാക്കൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത്, ഓരോ തവണ രശ്മി ഓരോ സാധനങ്ങൾ, അതായത് ഇരുമ്പ് കമ്പി കൊണ്ട് തന്നെ അടിച്ചു എന്ന് പറയുന്നുണ്ട്, മൊട്ടുസൂചി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ സാധനങ്ങൾ അടക്കം എടുക്കുമ്പോഴും രശ്മി ആരോടോ, അതായത് ഈ ജയേഷിന്റെ ആരോ മരിച്ചിട്ടുണ്ട്, അവരോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചതിന് ശേഷമാണ്, അവരോട് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഓരോ സാധനങ്ങൾ എടുക്കുന്നതും തന്നെ മർദ്ദിക്കുകയും
ഉപദ്രവിക്കുകയും ചെയ്യുന്നതെന്നാണ് ഈ യുവാവ് അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. വീട്ടിലുള്ളവരോട് ഈ കാര്യം ഒന്നും പറയരുത് എന്ന് ഭീഷണിപ്പെടുത്തുന്നു. വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ അവർ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ക്രൂര പീഡനങ്ങളായിരുന്നു യുവാവ് ആ വീട്ടിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ യുവാവിനെ പുറത്തിറക്കുന്നു, വണ്ടിയിൽ കൊണ്ടുപോയി ആളില്ലാത്ത സ്ഥലത്തേക്ക് വിടുന്നു. അതിനുശേഷം ഓട്ടോ ഡ്രൈവർമാരാണ് ഈ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് റാന്നി സ്വദേശിക്ക് നേരിട്ട ക്രൂര പീഡനം എന്ന് പറയുന്നത്. രണ്ടാമത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള യുവാവാണ്. ആ യുവാവിന് നേരിടേണ്ടി വന്നത് തിരുവോണ ദിനത്തിലാണ്. അതായത് ഈ ജയേഷിന്റെ കൂടെ 2 വർഷം മുൻപ് ഈ ആലപ്പുഴ സ്വദേശി ജോലി ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിന്റെ പേരിലാണ് തന്നെ വീട്ടിലേക്ക് അതിനു മുമ്പ് തന്നെ രശ്മിയെയും പരിചയമുണ്ട്. ഈ തിരുവോണ ദിനത്തിൽ തങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്നൊരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. അതിനെ തുടർന്ന് ഈ യുവാവ്, ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള യുവാവ് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴടക്കം ഇവർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് മക്കളുണ്ട്, കുടുംബമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഒരു ആലപ്പുഴ സ്വദേശി വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ആ വീട്ടിലോട്ട് പോകുമ്പോൾ കാണുന്നത് രശ്മിയെയും ജയേഷിനെയും മാത്രമാണ്. എന്നാൽ വലിയ രീതിയിലുള്ള സംശയങ്ങളൊന്നും തന്നെ തനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം സൗഹൃദത്തിലാണ്. തങ്ങൾക്ക് 2 വർഷം മുൻപ് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. മുൻപും വീട്ടിലേക്ക് അടക്കം പോയിട്ടുണ്ട്. എന്നാൽ മുൻപ് വീട്ടിലേക്ക് പോയ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് യുവാവ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. സാധാരണയായി ഒരു സുഹൃത്തിനെ നമ്മൾ കാണുമ്പോൾ സംസാരിക്കുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ താനും സംസാരിച്ചു കൊണ്ടിരുന്നു. തങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് പെപ്പർ സ്പ്രേ എടുത്ത് മുഖത്തേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയം തന്നെ തൻ്റെ കൺട്രോൾ പോയി കണ്ണി നീറാൻ തുടങ്ങി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് വ്യക്തമല്ല എന്നായിരുന്നു ഈ ആലപ്പുഴ സ്വദേശി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. രശ്മി വരുന്നു, കൈകൾ കെട്ടുന്നു, ക്രൂരമായിട്ട് തന്നെ ഉപദ്രവിച്ചു എന്നാണ് ഈ ആലപ്പുഴ സ്വദേശി അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ സാധാരണയായി തന്നെ ഈ കമ്പി കൊണ്ടടിക്കുന്നു, ശരീരമാസകലം കമ്പി കൊണ്ടടിക്കുന്നു, നഖം പിഴുത്തെടുക്കാൻ ശ്രമിക്കുന്നു. നമുക്കൊരു ചെറിയ മുള്ളു കൊണ്ടാൽ തന്നെ ശരീരമാസകലം വേന എടുക്കാറുണ്ട്. അപ്പോൾ ഈ മൊട്ടുസൂചി കൊണ്ടടക്കം തന്നെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. കൂടാതെ നഖം പിഴുതെടുക്കാൻ ശ്രമിക്കുന്നു. ജനനേന്ദ്രിയത്തിലടക്കം തന്നെ സ്റ്റാപ്ലർ പിൻ ഉപയോഗിച്ച് കുത്തുന്നു. ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ തന്നെയായിരുന്നു ആ വീട്ടിൽ നിന്നും നേരിടേണ്ടി വന്നതെന്നാണ് ഈ ആലപ്പുഴ സ്വദേശി അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. തന്നെ റൂമിലോട്ട് കൊണ്ടുപോയായിരുന്നു ഇത്തരത്തിൽ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇത് പുറത്തു പറയുകയാണെങ്കിൽ തൻ്റെ കുടുംബത്തെയും അപായപ്പെടുത്തും. ഈ വീട്ടിലടക്കം ആഭിചാര ക്രിയകൾ നടത്തുന്നുണ്ട്. അവർ ആഭിചാര ക്രിയകളടക്കം തന്നെ ഈ വീഡിയോസ് അടക്കം തന്നെ കാണുന്നുണ്ട് എന്നടക്കം ഈ യുവാവ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പിന്നീട് ഈ യുവാവ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ ഇവർ മാത്രമല്ല മറ്റ് ആളുകൾക്കും പങ്കുണ്ട് എന്ന് തനിക്ക് സംശയമുണ്ട് എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ മർദ്ദിക്കുന്ന സമയത്തടക്കം തന്നെ ഈ വീഡിയോകൾ ഈ രശ്മി പകർത്തുന്നുണ്ട്, ഫോണിൽ പകർത്തുന്നുണ്ട്, മറ്റാർക്കോ അയച്ചും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഇവർക്ക് മാത്രമല്ല മറ്റാളുകൾക്കും പങ്കുണ്ട് എന്ന് തങ്ങൾക്ക് സംശയമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതിനുശേഷം ഈ യുവാവിനെ പുറത്തു കൊണ്ടുപോയി വാഹനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. ഓട്ടോ ഡ്രൈവർ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്താണ് മുൻപ് ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ റാന്നി സ്വദേശിക്കും ഈ ഒരു സമാനമായിട്ടുള്ള ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇരുവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പുറത്ത് പറഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് പറയാതെയായിരുന്നു പിന്നീട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പല കാരണങ്ങളാണ്, വീട്ടിലടക്കം മറ്റു പല കാരണങ്ങളായിരുന്നു ഈ യുവാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ ഇവർ പിടിയിലായിട്ടുണ്ട് എന്നൊരു വിവരം അറിയുന്നതും പോലീസിന് ഇതിനെപ്പറ്റി കംപ്ലൈന്റ്, അതായത് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ യുവാക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആറന്മുള പോലീസിന്റെ പരിധിയിലാണ് നിലവിൽ ഈ കേസുള്ളത്. റാന്നി സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആറന്മുള പോലീസാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ നിലവിൽ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്കടക്കം തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. പ്രധാനമായും ഇനി ഇവർക്ക് പുറമെ മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ദുരനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അടക്കമുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഈ FIR നോക്കിയിടത്തോളം അല്ലെങ്കിൽ FIR പറയുന്നിടത്തോളം ക്രൂരമായ മർദ്ദനമാണ് ഇപ്പോൾ ഈ ഒരു 2 യുവാക്കൾക്കും. ഏറ്റവും പ്രധാനം ഈ ഒരു പത്തനംതിട്ട റാന്നി സ്വദേശിക്ക് ഏറ്റ ആ ഒരു മർദ്ദനത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ ആ FIR-ൽ പറയുന്നത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരു ഹണി ട്രാപ്പിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പ് എന്നുള്ളതിൽ മാത്രം ഒതുങ്ങില്ല. സാധാരണ നിലയിൽ ഹണി ട്രാപ്പ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഇത്തരത്തിൽ കുടുക്കളിൽ പെടുത്തി പിന്നീട് പണം അപഹരിക്കുക എന്നുള്ളതാണ് ഹണി ട്രാപ്പിൻ്റെ ഒരു സാധാരണമായ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു പണം കവർന്നിട്ടുണ്ട്. 19,000 രൂപയോളം ഈ യുവാവിൻ്റെ പക്കൽ നിന്നും, യുവാവിൻ്റെ പേഴ്സിൽ നിന്നും ഈ പ്രതികൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ആഭിചാരക്രിയയുടെ ഒരു പശ്ചാത്തലവും കൂടി വരുമ്പോൾ ഇത് എത്രത്തോളം പൈശാചികമാണ്, അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിൽ നിന്ന് മാത്രമാണ് 23 സ്റ്റാപ്ലർ പിൻ ലഭിച്ചത്. അപ്പോൾ എത്രത്തോളം ക്രൂരവും പൈശാചികമാണ് എന്നുള്ളതും കൂടി ആലോചിക്കണം. അതോടൊപ്പം തന്നെ എത്ര യുവാക്കൾ ഇതിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതും കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കം തന്നെയാണല്ലേ പോലീസിന്റെ ഭാഗത്തു നിന്നും? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സാധാരണയായിട്ടുള്ള ഹണി ട്രാപ്പ് കേസ് പോലെ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം മുൻപും നിരവധി ആയിട്ടുള്ള ഹണി ട്രാപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഒരുപക്ഷെ വീഡിയോ കോളിൽ വിളിച്ച് ഈ യുവാവുമായി സൗഹൃദം ഉണ്ടാക്കുന്നു, അതിനുശേഷം പണം വേണമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പ് കേസുകളാണ് നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത്. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതും നിരവധിയായിട്ടുള്ള യുവാക്കൾക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനും പീഡനത്തിനും ഇരയാകേണ്ട ഒരു സാഹചര്യം. കൂടാതെ തന്നെ ഇവരിൽ നിന്നും വെറും ഒരു പണത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഹണി ട്രാപ്പ് ഉണ്ടാക്കിയതെങ്കിൽ ഇത്തരത്തിൽ മർദ്ദിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഈ സ്റ്റാപ്ലർ അടക്കം അടിക്കേണ്ട ഒരു നിലയിലേക്ക് പോകുന്നതെങ്കിൽ അത് ഒരു ഹണി ട്രാപ്പ് കേസ് മാത്രമായി കാണാൻ സാധിക്കില്ല എന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. കാരണം ഒരു ഹണി ട്രാപ്പ് കേസിൽ പണത്തിനാണെങ്കിൽ ഇത്രയും ക്രൂരമായി മർദ്ദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല. മനോനില ബാധിച്ച ആളുകളാണ് ഈ ദമ്പതികൾ എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതായത് സൈക്കോ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സൈക്കോപരമായിട്ടുള്ള ആളുകളാണ് ഈ ദമ്പതികൾ എന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആ രീതിയിലാണ് ഒരു സൈക്കോ എങ്ങനെയാണ് പെരുമാറുക, ഒരു ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ് നമ്മൾ സൈക്കോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടെത്തുന്ന ഈ ആളുകളെ ഉപദ്രവിക്കുമ്പോഴും, ഈ യുവാക്കളെ ഉപദ്രവിക്കുമ്പോഴും അത് രശ്മി അപ്പുറത്ത് നിന്നും വീഡിയോ എടുക്കുന്നു. ആ വീഡിയോ പിന്നീട് മറ്റു പലർക്കും അയച്ചു കൊടുക്കുന്നു. ഇത്തരത്തിൽ എന്ത് സന്തോഷമാണ് കണ്ടെത്തേണ്ടത്? അതൊരു സൈക്കോ മനത്തിൽ തന്നെയാണെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പണത്തിന്റെ കാര്യമാണെങ്കിൽ കൂടി ഈ ആലപ്പുഴ സ്വദേശിയുടെ കയ്യിൽ നിന്നും ഐഫോണും റാന്നി സ്വദേശിയുടെ കയ്യിൽ നിന്നും 19,000 രൂപയുമാണ് ഈ ദമ്പതികൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പണം മാത്രമല്ല ഇവരുടെ ഉദ്ദേശം എന്നത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് എന്താണ് ഉദ്ദേശം? ഇതുപോലെ മറ്റു യുവാക്കൾ ആരെങ്കിലും ഇവരുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും ഇതുപോലെ ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇവരുടെ ഫോൺ അടക്കം തന്നെ പരിശോധിച്ചു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അടക്കം തന്നെ വരും മണിക്കൂറുകളിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ പരിശോധിക്കുമ്പോൾ തന്നെ സാധാരണയായി നമുക്ക് മനസ്സിലാകാം. കാരണം മറ്റാരുടെയെങ്കിലും വീഡിയോ ഈ ഫോണിലുണ്ടോ, മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ ഈ ഒരു ഫോൺ പരിശോധിക്കുമ്പോൾ അടക്കം നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം തന്നെ വിധേയമാക്കേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ, അതായത് ഇനി ആരെങ്കിലും ഇത്തരത്തിൽ ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ യുവാക്കൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വീട്ടിൽ ആഭിചാരക്രിയ നടക്കുന്നുണ്ട് എന്നാണ്. ഇവർ ഓരോ തവണ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബാധ കയറിയത് പോലെയാണ് ഇവർ പെരുമാറുന്നതെന്നാണ് ഈ യുവാക്കളടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇവരെ മർദ്ദിക്കുന്ന സമയത്ത് ഈ ദമ്പതികളുടെ സ്വഭാവം അടക്കം മാറിപ്പോകുന്ന ഒരു സാഹചര്യം. തങ്ങൾക്ക് മുൻപും ഈ ജയേഷിനെ അറിയുന്നതാണ്, പക്ഷെ അത്തരത്തിൽ ഒരു സ്വഭാവം തങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഈ സമയത്ത് മർദ്ദിക്കുന്ന സമയത്തടക്കം തന്നെ ഒരു പ്രേതബാധ കൂടിയ പോലെയാണ് ഇവർ പെരുമാറുന്നുണ്ടായിരുന്നതെന്നാണ് ഈ യുവാക്കളടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും അവരുടെ വീട്ടിൽ മരിച്ചവരുടെ ഫോട്ടോ ഉണ്ട്, അവരോട് പോയി അനുവാദം ചോദിക്കുന്നു, അതിനുശേഷം വരുന്നു, തങ്ങളെ മർദ്ദിക്കുന്നു, സൂചി കൊണ്ട് കുത്തുന്നു, കൂടാതെ സ്റ്റാപ്ലർ അടിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് യുവാക്കൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആഭിചാരക്രിയ മൂലമാണോ ഇത്തരത്തിൽ, അല്ലെങ്കിൽ മനോനില തെറ്റിയ ആളുകളാണോ, അതിൽ പരം മറ്റെന്തെങ്കിലും
പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ പരം ഇവർക്ക് മാത്രമാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്, മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണവും നടക്കേണ്ടതുണ്ട്. അതാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. റാന്നി സ്വദേശിയുടെ അല്ലെങ്കിൽ റാന്നി സ്വദേശിയും ഉൾപ്പെട്ടതിനാലാണ് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ ഒരു അന്വേഷണം നടത്തുന്നത്. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു കേസ് അന്വേഷിച്ചു വരുന്നതും ഇവരുടെ ഫോൺ അടക്കം തന്നെ പരിശോധിച്ചു വരികയും ചെയ്തിരിക്കുന്നത്. ഇനി ഈ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കോടതിയിൽ കൊണ്ടുപോയി കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കണമെങ്കിൽ കസ്റ്റഡി അപേക്ഷ വാങ്ങിയതിനു ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിന് അടക്കം തന്നെ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ അടക്കം വ്യക്തത വരേണ്ടതുണ്ട്. നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവർ മാത്രമാണോ ഇതിന് പിന്നിലുള്ളത്? മറ്റാർക്കെങ്കിലും ഈ കേസിൽ ബന്ധമുണ്ടോ? ഇവർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആഭിചാരക്രിയ നടത്തുന്നവരാണോ ഇവർ? ഇവരുടെ മാനസിക നിലയിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ? ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലുള്ളത്, വ്യക്തത വരാനുള്ളത്. ഇതിനെല്ലാം തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് അടക്കമുണ്ട്. ഇനി ഈ യുവാക്കളുടെ മൊഴി അടക്കം രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ പ്രതികളെ ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് അടക്കം തന്നെ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാളിദാസ്. ശരി, വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട സ്വദേശിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ, ഹണി ട്രാപ്പിൽ കുടുക്കി മർദ്ദിച്ച സംഭവത്തിൽ യുവദമ്പതികൾ പിടിയിലാണ്. ആഭിചാരക്രിയകളടക്കം ഈ യുവദമ്പതികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യുവാവ് നൽകിയ മൊഴി. ഒപ്പം തന്നെ ക്രൂരമർദ്ദനമാണ് യുവാവിനേറ്റത്.